കൽക്കട്ട നഗരം പിടിച്ചടക്കിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അയാളൊഴികെ. അയാൾക്കറിയാമായിരുന്നു ഈ വിജയം അധികനാൾ നീണ്ടുനിൽക്കില്ല എന്ന്. വൈകാതെ തന്നെ അത് സംഭവിച്ചു. റോബർട്ട് ക്ലൈവ് നയിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം നവാബിന്റെ കീഴിലായിരുന്ന കൽക്കട്ട നഗരം പിടിച്ചടക്കി. കാലാൽ പടയുടെ തലവനായ അയാളെ കമ്പനി പട്ടാളം പിടികൂടി ജയിലിലടച്ചു. ജയിലിൽ കിടക്കുമ്പോഴായിരുന്നു അയാളെ കാണാൻ നവാബിന്റെ മന്ത്രി വന്നത്. തനിക്ക് വേണ്ട ഉപദേശവും സഹായങ്ങളും കൃത്യസമയത്ത് തന്നുകൊണ്ട് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നത് ഇരുമ്പഴിക്കുള്ളിൽ നിന്നുകൊണ്ട് അയാൾ മനസ്സിലാക്കി. ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും ശേഷം അയാളെ കമ്പനി പട്ടാളം ജയിൽ മോചിതനാക്കി. പരസ്പര വിശ്വാസവും സ്നേഹവും ദുരുകം ചെയ്തതുകൊണ്ടായിരുന്നു പടത്തലവനാകേണ്ടിയിരുന്ന അയാൾ ഇപ്പോൾ ഭിക്ഷക്കാരനായി മാറേണ്ടി വന്നത്. പലതരം വിശ്വാസവഞ്ചനകളിൽപ്പെട്ട മനുഷ്യകുലം ഇനി വിശ്വാസവഞ്ചനകളിൽ ഏർപ്പെടരുത് എന്ന് വരും തലമുറയെ അയാൾ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീട് ഉയർന്ന ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ വിദേശ പഠനത്തിനു വേണ്ടി അവൻ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചതും വിശ്വസനീയമായ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയായ എഡ്യൂക്സിൻറ്റിലേക്ക് വന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചിറക് നൽകാൻ നിങ്ങൾക്ക് എന്നും ഒരു കൂട്ടും കൈത്താങ്ങുമാവാം ഞങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് ഇന്റർനാഷണൽ. തലമുറകൾ ഇന്നും വിശ്വസിക്കുന്ന ഉപരിപഠനം ഇനി എഡ്യൂക്സിൻറ്റിലൂടെ.